ഉംറയ്ക്ക് വരുന്ന സ്ത്രീകൾ അറിയാൻ ചില കാര്യങ്ങൾ. ദേഹം, പെരുമാറ്റം, വിചാരവികാരങ്ങൾ, തൂക്കം തുടങ്ങിയവയിലെല്ലാം സ്ത്രീയും പുരുഷനും പ്രകൃത വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. പ്രകൃതിയായുള്ള സ്വാഭാവിക വ്യത്യസ്തത പോലെ സ്ത്രീ പുരുഷന്മാരുടെ പുണ്യകർമ്മങ്ങളിലും വിഭിന്നമായ നിയമങ്ങളും മര്യാദകളും ഉണ്ട്. ഉംറ ഉദ്ദേശിക്കുന്ന വനിതകൾ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ പറയാം. ഹജ്ജ് പോലെ നിർബന്ധ ബാധ്യതയും വലിയ പുണ്യവുമാണ് ഉംറയും. കഴിവുള്ളവർ ഉംറ നിർവഹിച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഹജ്ജും ഉംറയും നിർബന്ധമായ പുണ്യകർമ്മങ്ങളാണ്. അവയിൽ ഏതും ആദ്യം നിർവഹിക്കാവുന്നതാണ്. കല്യാണത്തിന് പോകുന്ന മട്ടിലല്ല ഉംറയ്ക്ക് പോകേണ്ടത്. ഉംറ ഒരു ഉല്ലാസയാത്രയുമല്ല, ആത്മീയ മുന്നേറ്റത്തിനും കാൽവെപ്പാണ്. സർവാഭരണ വിഭൂഷിതയായി സൗന്ദര്യവർദ്ധക ദ്രവ്യങ്ങളുടെ അകമ്പടിയോടെ പത്രാസ് കാണിക്കേണ്ട ഒന്നല്ല ഉംറ. സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ആത്മീയ അനുഷ്ഠാനങ്ങളിൽ അസൗകര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഉംറ യാത്രയിൽ ആഡംബരവും മോടിയും അഭികാമ്യവുമല്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു, ഹജ്ജ് യാത്രക്കാരന്റെ സ്ഥിതി എന്തായിരിക്കണം? ഹജ്ജ് യാത്രക്കാർ അനാർഭാട വേഷധാരികളും സുഗന്ധം ഉപയോഗിക്കാത്തവരുമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദ്ബോധനം ഇങ്ങനെയാണ്: നിശ്ചയം പത്രാസില്ലാത്ത വസ്ത്രധാരണം ഈമാനിന്റെ ഭാഗമാണ്. ഉംറയിൽ നിന്ന് വിരമിക്കുവോളം ഈ സ്ഥിതിയും താഴ്മയും തുടരണം. തഹല്ലുലായി കഴിഞ്ഞാൽ ആവശ്യമായ പത്രാസിന് വിലക്കില്ല. പിന്നീട് അവർ തങ്ങളുടെ അഴുക്കുകൾ നീക്കിക്കൊള്ളട്ടെ. വിശുദ്ധ ഖുർആൻ. ഇനി നമ്മൾ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ ഭർത്താവിന്റെയോ ഉത്തരവാദപ്പെട്ട ഉറ്റ ബന്ധുക്കളോ കൂടെയുണ്ടായിരിക്കണം. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഒരു സ്ത്രീയും ഉറ്റ ബന്ധുക്കളോട് കൂടെയല്ലാതെ യാത്ര ചെയ്യരുത്. അപ്പോൾ ഒരാൾ ചോദിച്ചു, തിരുദ്വേരെ, ഞാൻ ധർമ്മസമരത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നു. എന്റെ ഭാര്യ ഹജ്ജ് യാത്രയ്ക്കും ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ആരുടെ കൂടെ പോകണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നോ? നീ അവളുടെ കൂടെ യാത്ര ചെയ്യുക എന്നായിരുന്നു. ഇത് ബുഖാരിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഭർത്താവ് അല്ലെങ്കിൽ പിതാവ്, സഹോദരൻ തുടങ്ങിയ ഉറ്റ ബന്ധുക്കളോ വിശ്വസ്തരായ മറ്റു സ്ത്രീകളോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. നിർബന്ധമായ ഹജ്ജ്, ഉംറ യാത്രയ്ക്ക് നിർഭയാന്തരീക്ഷത്തിൽ വനിതകൾക്ക് തനിച്ചും യാത്ര ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നിർഭയാന്തരീക്ഷം ആയിരിക്കണം. പിന്നീട് ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീ മുഖം മറയ്ക്കാൻ പാടില്ല, കയ്യിൽ ഗ്ലൗസ് ധരിക്കാൻ പാടില്ല. ആയതിനാൽ ഇഹ്റാമിന് മുമ്പായി മുഖത്തും ഇരു കൈകളിലും നേരിയ തോതിൽ മൈലാഞ്ചിയിടൽ സ്ത്രീകൾക്ക് സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ ഭംഗിയായ മൈലാഞ്ചി ഡിസൈനുകൾ ഇട്ടുവരാനല്ല അത്